റുസ്ന, ഹലോ, സുഖാണോ റുസ്ന? സുഖാണ്. സുഖാണല്ലേ? എവിടെയാണ് റുസ്നയുടെ സ്ഥലമൊക്കെ എവിടെയാണ്? കൊടുവള്ളിയാണ്. കോഴിക്കോട് കൊടുവള്ളി. ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് റുസ്ന? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഉമ്മ ഉണ്ട്, ഹസ്ബൻഡിന്റെ ഒരു അനിയനും ഉണ്ട്. ഓക്കെ. എന്തായിരുന്നു റുസ്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് എടുക്കാനുള്ള കാരണം? ഹോസ്പിറ്റലിന്റെ ഫീൽഡ് പണ്ടേ ഇഷ്ടേനു. പിന്നെ ഈ സൂചി, സിറിഞ്ച് അങ്ങനത്തെ ഒക്കെ പേടിയാണ്. നമ്മള് ഡോക്ടർ, നേഴ്സ് ആ ഫീൽഡിലേക്ക് പോയിട്ടില്ല എന്നുള്ളത്. പിന്നെ ഈ അവോധന്റെ ഈ ഒരു കോഴ്സ് കണ്ടപ്പോ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിച്ചതാ. അപ്പൊ എങ്ങനെയായിരുന്നു അവോധനെ പറ്റി ആദ്യം അറിഞ്ഞത്? എന്റെ സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത് അവോധനെ പറ്റി. കാരണം എനിക്ക് പണ്ടേ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓൾ പറഞ്ഞതേനു ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, പഠിച്ചിട്ടോന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്ത് പഠിച്ചത്. അങ്ങനെയായിരുന്നു അല്ലെ? റുസ്ന എന്തായിരുന്നു ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. പിന്നെ ഒരു ഡിഗ്രി BA കംപ്ലീറ്റഡ് ആണ്. അതിനുശേഷം പിന്നെന്തോ പറയാൻ നിന്നിരുന്നല്ലോ പെട്ടെന്ന്. പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു, ആർട്ടിസ്റ്റിന്റെ ഫോട്ടോ സ്കെച്ച് ആർട്ടിസ്റ്റിനെ പഠിച്ചു. അങ്ങനെ ഓരോന്നും ചെയ്തിരിക്കണം. അപ്പൊ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അവോധയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറഞ്ഞ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞപ്പോ? കുഴപ്പമില്ല, പഠിക്കാനൊക്കെ സിമ്പിൾ ആണ്. പഠിക്കാൻ വിചാരിച്ചവർക്ക് സിമ്പിൾ ആണല്ലേ? ക്ലാസ്സുകളും കാര്യമൊക്കെ മനസ്സിലായിരുന്നോ? എന്റെ ഡൗട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? മനസ്സിലാക്കണം. റെക്കോർഡഡ് ക്ലാസ് ആണല്ലോ. നമുക്ക് നമ്മളെ ഒഴിവ് സമയത്ത് നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ പഠിച്ച് എടുക്കാൻ പറ്റിയൊരു ക്ലാസ് ആയിരുന്നു. അങ്ങനെയായിരുന്നു അല്ലെ? അപ്പൊ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? അതിനൊരു പ്രിപ്പറേഷൻ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിരുന്നു. ഗൂഗിൾ മീറ്റിൽ കയറിയാല് അതിൽ സാറാണെങ്കിലും മാഡാണെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്ത് തന്നിക്കണം. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു? നല്ല പോസിറ്റീവ് ആയിരുന്നു അല്ല നെഗറ്റീവ് ആയിരുന്നു? ഇല്ല, അവർക്ക് പറ്റുമ്പോഴൊക്കെ ക്ലിയർ ചെയ്ത് തന്നിക്കണം. നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ കറന്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് റുസ്ന? ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. 2 weeks അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. 2 weeks. എന്തായിരുന്നു ഡിസ്കണ്ടിന്യൂ ചെയ്തത്? പിന്നെ അവിടെ ഞാൻ ലീവിന് വന്നതായിരുന്നു. 2 days ലീവിന് വന്നേ. PR വിളിച്ച് പറഞ്ഞു ഞാൻ അറിയിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ട് അങ്ങോട്ട് വന്നാ മതി. അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞത്. PR വിളിച്ചു, നൈറ്റ് വിളിച്ചു പറഞ്ഞു ഇനി വിളിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അതിനുശേഷം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ഏതായിരുന്നു? മെഡി ലൈഫ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. കോഴിക്കോട് തന്നെയാണോ? കോഹിനൂർ യൂണിവേഴ്സിറ്റി. ഓക്കെ. എങ്ങനെ അവിടെ ഇന്റേൺഷിപ്പ് ആണോ അല്ലെ ഡയറക്റ്റ് ജോബ് ആയിരുന്നോ? ഡയറക്റ്റ് ജോബായിരുന്നു. ഡയറക്റ്റ് ജോബ്. എത്രയായിരുന്നു സാലറി ഉണ്ടായിരുന്നത്? സാലറി അവര് പറഞ്ഞത് ഫസ്റ്റ് ടൈം അല്ലേ, എക്സ്പീരിയൻസും ഇല്ല, പിന്നെ ട്രെയിനിങ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു 6,000 ആയിരുന്നു അവര് പറഞ്ഞിരുന്നത്. 6,000 പെർ മന്ത് ആയിരുന്നു അല്ലെ? പിന്നെ 9 to 9 എടുക്കുകയാണെങ്കിൽ 8,000 തരാന്ന് പറഞ്ഞു. ഓക്കെ. അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ട്. കാരണം നമ്മൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പൊ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാ ഒരു ഫീൽഡിലും അങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് എന്തായാലും സാലറി ഇൻക്രിമെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ റുസ്ന എന്ത് ചെയ്യാച്ചാല് വീണ്ടും അവരെ വിളിക്കുക. ഇപ്പം ഇങ്ങനെ പറയാം, എനിക്ക് വീണ്ടും റീജോയിൻ ചെയ്യണം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടും തന്നില്ലല്ലോ എന്ന് അവരോട് ചോദിച്ചാൽ അവരെന്താണ് കാരണം എന്ന് പറയും. അതർവൈസ് അവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും നമ്മൾക്ക് ജാപ്പിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇൻഫോം ചെയ്തിരുന്നു, കൺഫർമേഷൻ മെയിലൊക്കെ അയച്ചിരുന്നല്ലേ? ഓക്കെ. എപ്പോഴായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ആയത്? കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് 1 month ആണ് തോന്നുന്നു. 1 month ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഇത്ര പെട്ടെന്ന് ജോബ് സെറ്റ് ആവുന്നൊന്നും വിചാരിച്ചില്ലായിരുന്നല്ലേ? ഓക്കെ, ഗുഡ്. കുഴപ്പമില്ല. അപ്പം കുഴപ്പമില്ല, ഇതിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അവരെ വിളിക്കാം, എന്നിട്ട് അവരോട് കാര്യം പറയാം. അപ്പൊ അവര് തിരിച്ചു വിളിക്കും, എന്താണ് അവരുടെ നിലപാടെന്ന് അറിയാം. തിരിച്ചു വിളിക്കുന്നില്ല കുഴപ്പമില്ല, വീണ്ടും നമുക്ക് 5 വർഷം വരെ നമുക്ക് ജാപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതറിയോ റുസ്നക്ക്? അതറിയില്ല. സാറ് പറഞ്ഞിരുന്നു 2 weeks കഴിഞ്ഞാൽ ജാപ്പ് അറ്റൻഡ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, 2 weeks കഴിഞ്ഞ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ 5 വർഷം വരെ നമുക്ക് ജാപ്പ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം 5 വർഷം വരെ നമുക്ക് ജാപ്പ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അത് എന്താണ് അവോധന്റെ പ്രശ്നമായിരിക്കും അങ്ങനെ. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, എന്താ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന് എന്തോ പ്രശ്നമായിരിക്കാരോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, അവോധയിലാണ് ഇപ്പോഴും വിശ്വാസം ഉള്ളത്. ഓക്കെ. ആ വിശ്വാസം നമ്മൾ എന്തായാലും നിലനിർത്തും. നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഹോസ്പിറ്റലായിരുന്നു, നല്ല സപ്പോർട്ട് ചെയ്യുന്നു എല്ലാത്തിനും. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ? വർക്ക് ചെയ്തോളത്തോളം കാലം വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ? 15 ദിവസമാണ് വർക്ക് ചെയ്തത്. പക്ഷെ അടിപൊളിയായിരുന്നു. എല്ലാത്തിനും ഒരു സപ്പോർട്ടാണ്. പഠിപ്പിക്കാൻ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനും മെന്റലി സപ്പോർട്ടാണ്. എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല. ഓക്കെ. അത് ഓക്കെ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജാബ് സെക്ഷൻ ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലല്ലോ, അടിപൊളി. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ഒക്കെ ചെയ്യാൻ പേടിയുണ്ടായിരുന്നു? മുന്നേ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ നമുക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ആ ടെൻഷനും കാര്യങ്ങളോട് മാറിക്കിട്ടും. മറ്റേ മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ ഓക്കെ ആയോ? മോക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ
ജാപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. ജാബ് സെക്ഷനിൽ തന്നെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ റുസാന, വേറൊന്നും റുസാനോട് കൂടുതൽ ചോദിക്കാനില്ല. റുസാനയുടെ ആ ജോബ് ഓക്കെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനമായിട്ട് റുസാനോട്, ഓൾറെഡി നമ്മുടെ കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയാലും. നമുക്ക് അവോധയിൽ 40ഓളം കോഴ്സുകളാണ് എന്നുള്ളത്. അപ്പോൾ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട് നമ്മൾക്ക്. അപ്പൊ അവരോട് എല്ലാവരോടും കൂടിയിട്ട് റുസാനക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ തട്ടിപ്പല്ല, നമുക്ക് എത്ര പറയാനുള്ളൂ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, 100% പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ നമ്മളെ ലെക്ക് പോലെ ഉണ്ടോ? താങ്ക് യു റുസാന. ശരിക്കും നമ്മുടെ ലെക്ക് പോലെ തന്നെ, നമ്മുടെ ലെക്കല്ല, നമ്മുടെ ഹാർഡ് വർക്ക് പോലെ തന്നെയാണ് ഉണ്ടാവുന്നത്. വെച്ചാല് നമ്മളിപ്പോ ഒരു കോഴ്സ് പഠിച്ചിട്ട് നമ്മളതങ്ങ് വിട്ട് കളഞ്ഞാൽ പിന്നെ നമ്മളത് അതങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, റുസാനോട് ഞങ്ങളോട് പറഞ്ഞ എല്ലാവരോടും കൂടി പറഞ്ഞാണ്, എന്താ വെച്ചാൽ നമ്മളൊരു കോഴ്സ് എടുത്തു, നമ്മളത് കഴിഞ്ഞു, പിന്നെ നമ്മൾ വിട്ട് കളഞ്ഞു, പിന്നെ അതിന്റെ ഭാഗത്തേ പോയിട്ടില്ല, അതിന് കൂടുതലൊന്നും നോക്കിയില്ല. അങ്ങനെ ആരും എന്തായാലും നമുക്ക് അതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. പകരം നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് എന്തായാലും നമ്മൾക്ക് ഒരിക്കലും ആ ഒരു ജോലി, നമ്മൾ ആ ഒരു ഉദ്ദേശ സ്ഥലത്ത് എന്തായാലും എത്തിപ്പെടും. ഓക്കെ, താങ്ക് യു റുസാന. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദിയുണ്ട്. അപ്പൊ റുസാനയുടെ ഭാവിക്ക് ആശംസകൾ നേരുന്നു. താങ്ക് യു.